2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നിഷ്പ്രയാസം വിജയിച്ചു വരുവാൻ കഴിയുമെന്ന വാർത്ത 2024 അവസാനം ഈ വർഷം ആദ്യമായി മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നപ്പോഴെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിജയസാധ്യതയുള്ള പാർട്ടിയായി UDF-നെ ആദ്യ ലാപ്പിൽ ജനങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളും വിജയിക്കുമെന്ന് തന്നെ പറഞ്ഞപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതിന് കുറച്ച് മങ്ങൽ വന്നു. കാരണം ഉൾപാർട്ടി പ്രശ്നങ്ങളും മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകളുമൊക്കെ സജീവമായി മാധ്യമങ്ങൾ കൊളുത്തിയിട്ട തിരിക്ക് മുൻപിൽ കോൺഗ്രസ്സുകാർ തന്നെ വീഴുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്താ വ്യതിയാനം അവിടെ ഉണ്ടാകുന്നു. അവിടെ കോൺഗ്രസിൻ്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലുണ്ടാകുന്നു. അങ്ങനെ പല കാര്യങ്ങൾക്കിടയിലും കോൺഗ്രസിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. 10 വർഷമായി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിന് ഇക്കുറിയും പരാജയം സംഭവിക്കുകയാണെങ്കിൽ UDF എന്ന മുന്നണിയിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന പല പ്രധാനപ്പെട്ട ഘടകകക്ഷികളും ഒരുപക്ഷെ മുസ്ലിം ലീഗ് വരെ ഈ പാർട്ടി വിട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്ന പല കണക്കുകളും പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026 ഏത് വിധേനയും കോൺഗ്രസിനും UDF മുന്നണിക്കും വിജയിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പരാജയ സാധ്യത ഏറെയുള്ള പല ജില്ലകളിലും ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുകയാണ് കോൺഗ്രസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം തന്നെയാണ്. 60-ലേറെ സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലെ തലസ്ഥാന നഗരിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയിച്ചേ മതിയാകും. എന്നാൽ എന്താണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം? തിരുവനന്തപുരത്തെ സംബന്ധിച്ച നമ്മൾ തിരുവനന്തപുരത്തെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളായി തിരിക്കുകയാണെങ്കിൽ, ഒന്ന് നഗരപ്രദേശം. ആ നഗരപ്രദേശത്തിൽ നായർ ബെൽറ്റിൻ്റെ പ്രാതിനിധ്യം ഏറെ കൂടുതലാണ്. ആ നഗരപ്രദേശത്തെ സംബന്ധിച്ച എലൈറ്റ് ക്ലാസ്സിലുള്ളവർ അധികമായി ഉള്ളതുകൊണ്ട് തന്നെ BJPയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിലെ രാജീവ് ചന്ദ്രശേഖരന് ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ ഒരു സോ കോൾഡ് സൊസൈറ്റി എലൈറ്റ്നെസ്സും ഒക്കെയാണ്. മറുതലക്കിലേക്ക് വരുമ്പോൾ ശശി തരൂരിനും ഒരു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് വിജയിക്കുവാൻ സാധിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നതും തിരുവനന്തപുരം നഗരമാണ്. മറ്റൊന്ന് തീരപ്രദേശമാണ്. ആ തീരപ്രദേശവും മലയോര പ്രദേശവും നഗരപ്രദേശവും ഒക്കെ ചേരുന്ന തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടെ BJPക്ക് നഗരകേന്ദ്രങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട്. പാലക്കാട്ടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് തിരുവനന്തപുരത്തെയും കാര്യം. തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ BJPക്കുള്ള വേരോട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അവിടെ ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ നിയമമടക്കമുള്ള പല മണ്ഡലങ്ങളിലും BJPയെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചത് ആ ത്രികോണ മത്സരത്തിലൂടെ തന്നെയാണ്. അതേ നേമത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K. മുരളീധരൻ 36,000-ൽ പരം വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ് നേമത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വിജയിക്കുവാൻ സാധിച്ചതും അവിടെ BJPയെ പരാജയപ്പെടുത്തുവാനും സാധിച്ചത്. 10 സീറ്റെങ്കിലും പിടിക്കണമെന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP രംഗത്തെത്തുന്നത്. 20%-ലേറെ വോട്ട് വർധനവ് BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് വലിയ ആത്മവിശ്വാസം തന്നെയാണ് അവർക്ക് നൽകുന്നത്. അതിൽ തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളും BJP വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ജില്ലകളിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ്, പത്തനംതിട്ട അടങ്ങുന്ന ആലപ്പുഴ അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട പല ജില്ലകളിലും BJPക്ക് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. അതിൽ തിരുവനന്തപുരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ അതുപോലെ BJPക്ക് വിജയപ്രതീക്ഷയുള്ള പല ജില്ലകളിലും, പ്രധാനമായും തിരുവനന്തപുരത്ത് മുൻനിര നേതാക്കന്മാരെ കളത്തിലിറക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ശക്തമായ രീതിയിൽ തിരുവനന്തപുരം പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കരുത്തിലേക്ക് കോൺഗ്രസ് വളരണമെന്ന ഉറച്ച ബോധ്യത്തിൻ്റെ പുറത്താണ് സംസ്ഥാന നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് ചർച്ചകൾ നീളുന്നത്. ഇപ്പോൾ നേമത്തേക്ക് പരിഗണനയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ കൂടി പേര് വരികയാണ്. നേമത്ത് നിലവിലുള്ള നായർ ബെൽറ്റുകളിലേക്ക് ഒരു സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ജനസമ്മതനായ ഒരു നേതാവിനെ മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിൻ്റെ പുറത്ത് നേമത്തേക്ക് K. മുരളീധരന് പകരം മുരളീധരൻ മത്സരിച്ചതുപോലെ K. മുരളീധരന് പകരമായി രമേശ് ചെന്നിത്തലയെ രംഗത്തിറക്കണമെന്ന ആവശ്യം കാര്യമായ രീതിയിൽ ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ നിയമത്തെ തിരിച്ചുപിടിക്കുവാൻ കഴിയൂ. അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിലൊക്കെ ഇറക്കുകയാണ് എങ്കിൽ BJPയെ തറപറ്റിച്ചുകൊണ്ട് ഒരു വലിയ വിജയം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് നഗരസഭയും ഒപ്പം ആ ജില്ല പഴയ തരത്തിലേക്ക് കോൺഗ്രസ് സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാരുള്ളത്. അതുകൊണ്ട് നേമത്തേക്ക് രമേശ് ചെന്നിത്തല വരുമ്പോൾ കാലങ്ങളായി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിപ്പാട് നിലവിലെടുത്ത DCC അധ്യക്ഷനായ ബാബു പ്രസാദ്, ഒരു കാലത്ത് അദ്ദേഹമായിരുന്നു ഇവിടുത്തെ MLA, ബാബു പ്രസാദിനെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ KPCC അധ്യക്ഷനായ അതുപോലെ തന്നെ ബാബു പ്രസാദിനെയോ അല്ലെങ്കിൽ യുവ നേതാക്കന്മാരെ ആരെങ്കിലും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഹരിപ്പാടും പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടൽ കൂടി കാര്യമായ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ക്രൈസ്തവ വോട്ടുകൾക്ക് കൂടി കൂടുതൽ പ്രാധാന്യം നൽകുന്ന BJP സംബന്ധിച്ച് അവർക്കൊരു നിയമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ അവർക്കൊരു എതിർശബ്ദമായി ഉയരണമെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ രംഗത്തേക്ക് ഇറങ്ങണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കുമുള്ളത്.